വഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തമൂൻ. കുറെ കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തികച്ചും വ്യത്യസ്തമായ ഒരാൾ അല്ലെങ്കിൽ ഒരു വസ്തു ഉണ്ട് നമുക്ക് ഈ സൃഷ്ടിയെക്കുറിച്ച് തുടർന്നുള്ള ആയത്തിൽ കൂടുതൽ അറിയാം. പക്ഷെ അപ്പോഴും എങ്ങനെയാണ് അതിനെ സൃഷ്ടിച്ചതെന്ന് അള്ളാഹു നമ്മോട് പറയുന്നില്ല. എന്തിനു വേണ്ടിയാണ് അതുള്ളതെന്നോ ഒരു മാലാഖയെ അല്ലാതിരിക്കെ പിന്നെ എങ്ങനെ അത് അവിടെ എത്തിയെന്നോ ശരിക്കും ആരാണതെന്നോ നമുക്ക് നോക്കാം. വഇസ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം. രണ്ടാമത്തെ ഭാഗത്ത് പേരുകൾ വെളിപ്പെടുത്തുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഇത് അതിനുശേഷം പെട്ടെന്നുണ്ടായതാണോ? സാധ്യതയില്ല. ഒരു കാര്യം മാത്രം വ്യക്തം, അള്ളാഹു മുഴുവൻ പടത്തെ വെട്ടി വെട്ടി ചെറിയ ഭാഗങ്ങളായി മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പേരുകൾ വെളിപ്പെടുത്തിയതിനു ശേഷം പെട്ടെന്ന് നടന്നതാണോ എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. വഇസ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദമ. മലക്കുകളെ, ഇതാ ഞാൻ ആജ്ഞാപിക്കുന്നു. ഈ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട ആദ്യ ആജ്ഞ, അതിനെ സുജൂദ് ചെയ്യൂ. സുജൂദോ? ആരാധിക്കാനോ? ഒരിക്കലുമല്ല. ചരിത്രത്തിലുടനീളം ഏത് പ്രഭുക്കളുടെയും രാജാക്കന്മാരുടെ മുമ്പിൽ അതിന് ഒരർത്ഥമേ ഉണ്ടായിട്ടുള്ളൂ. ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. സുജൂദ് ആദരവിന്റെ അടയാളമാണ്. ബഹുമാന സൂചകമായി ചെയ്യുന്നതാണത്. ഏതൊരാളും എത്രത്തോളം പ്രാധാന്യം അർഹിക്കുമെന്നും വിലപ്പെട്ടതാണെന്നും നമ്മൾ അതിലൂടെ പറഞ്ഞു വെക്കുന്നു. ഇതൊരിക്കലും ആരാധനയല്ല. കാരണം അങ്ങനെ മലക്കുകൾ ആദം അലൈഹി ഇസ്ലാമിനെ ആരാധിക്കുന്നത് ഷിർക്കാവും, കുഫറാകും. അതുകൊണ്ട് മലക്കുകളെ, നിങ്ങൾ ഈ സൃഷ്ടിക്ക് മുന്നിൽ ഇപ്പോൾ സുജൂദ് ചെയ്യണം. ഒരു സംശയം, ആദം അലൈഹി ഇസ്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ശേഷം പേരുകൾ വായിച്ചു എന്നല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം അവസാനമാണ് കളിക്കളത്തിൽ എത്തുന്നത് തന്നെ. ഒക്കെയും സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം. ആദം അലൈഹി ഇസ്ലാം വരുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിരുന്നു. സൃഷ്ടികൾ, ഒരുപാട് പ്രവർത്തികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ട് പെട്ടെന്ന് ആരുമല്ലാത്ത അദ്ദേഹം കയറി വരികയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ കാലാകാലങ്ങളായി ഉള്ളവരാണ്. അള്ളാഹുവിന്റെ കാര്യങ്ങൾ ചെയ്തും അദ്ദേഹത്തെ ആരാധിച്ചും അങ്ങനെ അനവധി പ്രവർത്തികൾ. ചുരുങ്ങിയത് 5000 വർഷത്തിലെങ്കിലുമായി കാണും ഞങ്ങളിവിടെ. അപ്പൊ പിന്നെ നിങ്ങൾ ആരാണ്? ആരാണീ ആദം? അദ്ദേഹത്തെ സുജൂദ് ചെയ്യുക. ഇദ്ദേഹത്തെ? അതെ. അതിന് അവനൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാണ് ഇത്ര മേന്മ? സുജൂദ് ചെയ്യുക, അത്രമാത്രം. മലക്കുകളായതിനാൽ അത് കേട്ടു. വസജദു, പെട്ടെന്ന്. ഫ എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് പെട്ടെന്നാണ്. സുജൂദിന് മുന്നേ വന്ന ഹർഫുൽ ഫ പെട്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മടിച്ചു നിൽക്കുന്നതിന് ഒരു സാധ്യതയുമില്ല, 1% പോലും. പെട്ടെന്ന് തന്നെ സുജൂദ് ചെയ്യുക, ഇതാണ് അതിന്റെ ഏക അർത്ഥം. അവിടെ സംശയങ്ങൾക്ക് ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും സുജൂദ് ചെയ്തു. ഏകദേശം 50 ലക്ഷത്തോളം പോകുന്നവർ. അത്യാവശ്യം വലിയ സംഖ്യയാണിത്. എന്നാൽ ഒരു നിമിഷം കൊണ്ട് തന്നെ എല്ലാവരും സുജൂദിൽ വീണു, ഒരാളൊഴികെ. അത് പെട്ടെന്ന് ശ്രദ്ധയാകർഷിക്കുമെന്ന് തോന്നുന്നില്ലേ? തീർച്ചയായും. ഒരാളുടെ കഴുത്തിൽ ഒരു മുള്ളു വന്നാൽ എങ്ങനെയുണ്ടാവും, അതുപോലെ അങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട്, ഹലോ, സുജൂദ് ചെയ്യൂ. നിങ്ങളോടാണ് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. ഇല്ല ഇബ്ലീസ്. ആരാണ് ഇബ്ലീസ്? കഥയിലെ പുതിയ കഥാപാത്രം. പെട്ടെന്ന് ഇത് എവിടുന്ന് വന്നു? ഒരു പിടുത്തവുമില്ല. അതെ, നമുക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്നാൽ വഴിയെ നമുക്കത് മനസ്സിലാവും. സൂറത്തിൽ നിന്ന് മുഴുവൻ കഥകൾ കിട്ടുമ്പോൾ എല്ലാം ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അള്ളാഹുവിൽ നിന്നുള്ള ഒരു ആജ്ഞ അത് നിരസിച്ചു. പക്ഷേ അതെങ്ങനെ സംഭവിക്കും? അതൊരു മാലാഖയല്ലേ? ശരിയല്ലേ? അതെ, അവർക്കൊപ്പമാണത്. ഒരു മാലാഖ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അവർക്കൊപ്പം അതിന് കഴിയാൻ സാധിച്ചു? ഇനി മാലാഖയാണെങ്കിൽ അതിന് സ്വതന്ത്ര ഇച്ഛകളുണ്ടോ? ഒരു നിമിഷം, നിങ്ങൾക്ക് സ്വതന്ത്ര ഇച്ഛകളുണ്ടോ? ഉണ്ട്. ഉറപ്പാണോ? അതെ. നമുക്ക് ശരിക്കുമുണ്ടോ? ഉണ്ട്. നമുക്ക് സ്വതന്ത്ര ഇച്ഛയുണ്ടോ? ഇല്ല. എന്ത്, നിങ്ങൾക്ക് സ്വതന്ത്ര ഇച്ഛയില്ലേ? തീർച്ചയായും ഉണ്ട്. പൂർണ്ണമായും സ്വതന്ത്ര ഇച്ഛകളോടെയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. എന്നാൽ മലക്കുകളെ അങ്ങനെയാണോ സൃഷ്ടിച്ചത്? അല്ല. അവർക്ക് സ്വയം തിരഞ്ഞെടുക്കാൻ സാധിക്കുമോ? ഇല്ല. അത്തരമൊരു ചിന്ത പോലും അവർക്കില്ല. അള്ളാഹുവിന് എന്തെങ്കിലും വേണമെങ്കിലും ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും. അവരൊരിക്കലും അള്ളാഹുവിനെ ധിക്കരിക്കുകയില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ. അവർ അള്ളാഹുവിനെ പൂർണ്ണമായും സ്ഥിരമായും തീർച്ചയായും അനുസരിക്കും. അവർക്ക് സ്വതന്ത്ര ഇച്ഛകളില്ല. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ഇബ്ലീസ് ഒരു മാലാഖയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടത് സുജൂദ് ചെയ്തില്ല? അപ്പോൾ പിന്നെ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല എന്നുള്ളത് തന്നെ അതൊരു മാലാഖയല്ല എന്നുള്ളതിന് തെളിവല്ലേ? കാരണം ഒരു മലക്കാണെങ്കിൽ അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം ആദമിന് സുജൂദ് ചെയ്തേനെ. അതുകൊണ്ട് തന്നെ ഇബ്ലീസ് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നിൽ നിന്നാണ് അതിന്റെ ഉറവിടം.